السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേരളക്കരയിൽ ഏതാനും ദിവസങ്ങളായി വല്ലാതെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായ അതിഗൗരവമായ ഒരു വീഡിയോ ദീനി സ്നേഹികളായ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. വിഷയം ഇതാണ്: കോഴിക്കോട് ജില്ലക്കാരനായ CM മടവൂർ എന്ന് പറയുന്നൊരു വ്യക്തി പടച്ചവനാണ് എന്നർത്ഥത്തിലുള്ള അതിഗൗരവമായ ശിർക്കിൻ്റെ യാതൊരു കലർപ്പുമില്ലാത്ത രൂപത്തിലുള്ള ശിർക്കിൻ്റെ വരികളായിരുന്നു നമ്മൾ കേട്ടത്. ആ വരികൾ കേട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂരേ, ഹുവ 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 മടവൂരേ. മടവൂരായ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ലേ. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. കേട്ടല്ലോ, മടവൂർ തന്നെയാണ് ഞങ്ങളുടെ പടച്ചവൻ എന്നർത്ഥത്തിലുള്ള യാതൊരു വിധത്തിലും ഒരു നിലക്കും ഇസ്ലാമിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത വരികളും പ്രയോഗങ്ങളുമാണ് ഈ സഹോദരൻ സക്കരിയ അൽ ഖാദിരി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പാടിയിരിക്കുന്നത്. ഈ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വാൻസ് ആയിക്കൊണ്ട് തന്നെ ശിർക്കിൻ്റെ പ്രചാരകരായ മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നുകൊണ്ട് ഇതുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്ന കുറേ പോസ്റ്റുകൾ നമ്മൾ ഫേസ്ബുക്കുകളിലൂടെയൊക്കെ കാണുകയുണ്ടായി. പണ്ട് ഒരു വീട്ടിൽ കയറിയ കള്ളൻ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് നാട്ടുകാർ കൂവി വിളിക്കുമ്പോൾ ഇരുട്ടിലൂടെ ഓടി വന്ന് ആൾക്കൂട്ടത്തിലേക്ക് കയറിയിട്ട് കള്ളനും വിളിച്ചു പറഞ്ഞു കള്ളൻ കള്ളൻ എന്നുള്ള രൂപത്തിലുള്ള പ്രവണതകളും ചില കാര്യങ്ങളുമൊക്കെയാണ് ചില മുസ്ലിയാക്കന്മാരിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കേരളത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു ചാനൽ തന്നെ തുടങ്ങിയ മുസ്ലിയാരാണ് ഹാരിസ് മദനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം അതിൽ പറയുന്നത്? പറഞ്ഞ് അവർ ഒടുവിൽ മടവൂരിലെ മഹാനവറുകളെ പടച്ചോനുമാക്കി പിഴച്ച് കുഫ്രിലെത്തി എന്നുള്ളതാണ് അദ്ദേഹം അവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിയാർ, ഷിർക്കിൻ്റെ പ്രചാരകനായി കൊണ്ട് തന്നെ നടക്കുന്ന ഫൈസൽ അഹ്സനി രണ്ടത്താണി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ, അദ്ദേഹം സുദീർഘമായിക്കൊണ്ട് ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത് സുന്നികളെ കുതിര കയറാൻ വേണ്ടി അത് വഹാബികൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങളാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. വഹാബികളാണത്രേ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ആ രൂപത്തിലുള്ള ധ്വനി ഉണ്ടാക്കുന്ന വർത്തമാനമാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലത്ത് ചെന്നുകൊണ്ടും ഒരു വായാടിയായിക്കൊണ്ട് തന്നെ ശിർക്കിൻ്റെ പ്രചാരകനായി നടക്കുന്ന ഇത്തരം പാട്ടുകൾക്കും പ്രവണതകളിലേക്കും സമൂഹത്തെ എത്തിക്കാൻ വേണ്ടി ആക്കം കൂട്ടിയ മറ്റൊരു മുസ്ലിയാരാണ് വഹാബ് സഖാഫി മമ്പാട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നേരത്തെ നമ്മൾ കള്ളൻ്റെ കഥ പറഞ്ഞതുപോലെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഇരുട്ടിലൂടെ ഓടിക്കയറി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പറയുന്ന യഥാർത്ഥ കള്ളനെ പോലെ തന്നെയാണ് ഈ മുസ്ലിയാരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഒന്നുകൂടി കടന്നുകൊണ്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത്തരം നിർമ്മിതികൾക്ക് ബാലുശ്ശേരിയും ഫൈസലുമൊക്കെ ഈ വ്യാജന്മാർക്ക് എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളത് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ കാണ്ടാമൃഗത്തെ പോലും വെല്ലുന്ന തൊലിക്കെട്ടിയുമായിട്ടാണ് വഹാബ് സഖാഫി മമ്പാട് ഒരു പോസ്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാട്ടുണ്ടാക്കാൻ കാരണം
ബാലുശ്ശേരിയാണ്. ഈ പാട്ടുണ്ടാക്കാൻ കാരണം ബഹുമാനനായ ഫൈസൽ മുസ്ലിയാരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്ന വർത്തമാനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനി മാത്രമല്ല, ഈ വഹാബ് സഖാഫിക്ക് ദീൻ പഠിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഹാരിസ് മദനിക്ക് ദീൻ പഠിപ്പിച്ച, അതുപോലെ തന്നെ ഫൈസൽ അഹ്സനി രണ്ടത്താണിക്ക് ദീൻ പഠിപ്പിച്ച ഒരു വലിയ ഉസ്താദുണ്ട്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. 2-3 ദിവസം മുമ്പ് അതിൽ പറയുന്നത് ഹൂ അല്ലാ പടച്ചോ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. കേട്ടല്ലോ, ഈ പാട്ട് എഴുതിയ, ഈ പാട്ടിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അതൊക്കെ കുഫറിന്റെ ആളുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള പ്രസംഗമാണ് ആര് നടത്തുന്നത്? കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ പറയപ്പെട്ട മുസ്ലിയാക്കന്മാരെല്ലാം. നിങ്ങളുടെ കഴുത്തിൽ ഞങ്ങളിത് വെച്ച് കെട്ടാൻ പോവുകയാണ്. കേരളക്കരയിൽ ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഈ പടച്ചോൻ വിവാദത്തിൽ മുസ്ലിയാക്കന്മാരും ഈ പേരോട് മുസ്ലിയാരും ഈ വഹാബ് സഖാഫി മമ്പാടും നേരത്തെ പറഞ്ഞ 2 മുസ്ലിയാക്കന്മാർക്കും അതുപോലെയുള്ള മറ്റുള്ള മുസ്ലിയാക്കന്മാർക്കുമൊക്കെ എത്രത്തോളമാണ് ഇതിൽ ബന്ധമുള്ളത്, ഈ പ്രയോഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള നാൾ വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിശദീകരിക്കാനും അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പേരോട് സഖാഫിയെ പോലെയുള്ള ആളുകളോട്, മമ്പാട് സഖാഫിയെ പോലെയുള്ള ആളുകളോട് സ്നേഹബുദ്ധിയെ ഞങ്ങൾ ഉണർത്തുകയാണ്. അപ്പോൾ പേരോട് അതിനെ വിമർശിക്കുകയാണ്. ഞങ്ങളതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടുകയാണ് പേരോട് മുസ്ലിയാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കുഫറുകളും എല്ലാ ബിദ്അത്തുകളും ഖുറാഫാത്തുകളും ഒരു ഉളുപ്പുമില്ലാതെ തട്ടിവിടുന്ന മറ്റൊരു വായാടി മുസ്ലിയാരാണ്, ഒരു അഹ്സനിയാണ്, കാട്ടുവളപ്പിൽ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ചോദിക്കുന്നു, ആ പാട്ട് ഞങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ കർശനമായി പറയുന്നു, ആ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുമില്ല, അതിനെ തള്ളിക്കളയുകയാണ്. കേട്ടല്ലോ, അതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളതിനെ തള്ളിക്കളയുകയാണ് എന്നാണ് എല്ലാ ഖുറാഫാത്തും ഷിർക്കും ഒരു ലജ്ജയുമില്ലാതെ സമൂഹ മധ്യത്തിൽ പ്രസംഗിക്കുന്ന ഈ നൗഷാദ് മുസ്ലിയാർ, കാട്ടുവളപ്പിൽ നൗഷാദ് മുസ്ലിയാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നൗഷാദ് അഹ്സനിയും അവർക്ക് തന്നെ തോന്നി ഇതൊക്കെ കുറച്ച് ഓവറായോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു സംഗതിയിലേക്കൊക്കെ എത്തിപ്പെടാൻ നിങ്ങളുടെ നാവും നിങ്ങളുടെ പേനകളും നിങ്ങളുടെ പ്രസംഗങ്ങളും എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇത്തരം പ്രോഗ്രാമുകൾ പല രംഗങ്ങളിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇനി മാത്രമല്ല, ഇവിടെ ഈ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, അതൊക്കെ ഏതോ ഒരു അറിവില്ലാത്ത ചങ്ങാതി ചെയ്തു വെച്ചു പോയതല്ലേ, അതുകൊണ്ട് ഇതൊക്കെ വല്യുസ്താദന്മാർ എന്ത് പിഴച്ചു, പേരോട് മുസ്ലിയാർ എന്ത് പിഴച്ചു, നൗഷാദ് അഹ്സനി എന്ത് പിഴച്ചു, അതുപോലെ ഹാരിസ് മദനി എന്ത് പിഴച്ചു, അതുപോലെ തന്നെ ഫൈസൽ അഹ്സനി എന്ത് പിഴച്ചു, മമ്പാട് സഖാഫി എന്ത് പിഴച്ചു എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളോട് ഈ പ്രസംഗം നിങ്ങൾ മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കുകയാണ് എങ്കിൽ, അതുപോലെ ഞങ്ങളുടെ പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ, ഈ വിഷയത്തിൽ നിങ്ങൾ പ്രതികളാണോ, നിങ്ങളുടെ ഉസ്താദന്മാർ പ്രതികളാണോ എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകളുമായി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നൗഷാദ് അഹ്സനി അതിനെ നെയ്സായിക്കൊണ്ട് തള്ളിക്കളയുന്നൊരു കാഴ്ചയാണ്, പ്ലേറ്റ് മാറുന്ന കാഴ്ചയാണ് അദ്ദേഹം നടത്തിയത് നമ്മൾ കേട്ടത്. പക്ഷേ ഞങ്ങളുടെ ചോദ്യം, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൈ കഴുകുവാനും രക്ഷപ്പെടുവാനും എങ്ങനെ സാധിക്കും മുസ്ലിയാക്കന്മാരെ എന്നുള്ളതാണ് സ്നേഹത്തോടു കൂടി ചോദിക്കുവാനുള്ളത്. കാരണം എന്താ, ഈ ആശയത്തിലേക്ക് എത്തിപ്പെടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിനെയൊക്കെ താഴെ കൊണ്ടുവരുന്ന രൂപത്തിൽ, അള്ളാഹുവിനേക്കാളും മുകളിൽ നിങ്ങളെ മഹാന്മാരെ കൊണ്ടുപോയി വെക്കുന്ന ആ രൂപത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും ഒക്കെയാണ് നിങ്ങളുടെ മാലമൗലൂദുകളിലും നിങ്ങളുടെ പ്രസംഗങ്ങളിലും എഴുത്തുകുത്തുകളിലും സംവാദങ്ങളിലും അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രഭാഷണങ്ങളിലുമൊക്കെ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കുറച്ച് കാലങ്ങളായി ഈ മുസ്ലിം കൈരളിക്ക് മുമ്പിൽ നിങ്ങൾ പറഞ്ഞു വെച്ച തോന്നിവാസങ്ങൾ എത്രയാണ്? പറഞ്ഞു തീരോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വർത്തമാനം കേട്ടാൽ തോന്നും
ഞങ്ങളാരും പടച്ചോനാക്കിയിട്ടില്ല. അതൊക്കെ വലിയ തെറ്റാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാരെ സംസാരം കേട്ടാ തോന്നുക. എന്നാൽ നമുക്കറിയാം, എല്ലാ വീട്ടിലും നിർബന്ധമായും പാരായണം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഖുറാഫാത്തിൻ്റെ ശേഖരമാണല്ലോ CM മടവൂരിൻ്റെ CM മടവൂരിൻ്റെ പേരിൽ എഴുതപ്പെട്ട ഒരു മൗലൂദ് കിതാബ്. ആ മൗലൂദ് കിതാബിൽ അതിൻ്റെ പേര് തന്നെ മൗലൂദുൻ നൂരിയ എന്നാണ്. ആ മൗലൂദുൻ നൂരിയ പരിശോധിച്ചു നോക്കിയാലും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആശയങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മൗലൂദുൻ നൂരിയയിൽ പറയുന്നത് എന്താണ്? ഇപ്പം ആ പാട്ടിൽ സക്കരിയ അൽ ഖാദിരി എന്ന് പറയുന്ന ഒരു ചങ്ങാതി അദ്ദേഹം പാടിയ പടച്ചോൻ വിവാദത്തിൽ നടത്തിയ പരാമർശങ്ങളും വരികളും തന്നെയാണ് CM മടവൂരിൻ്റെ പേരിൽ എഴുതിയ മൗലൂദുൻ നൂരിയയിലുമുള്ളത്. കാരണം കുൻ എന്ന് പറയുന്നത് എന്ത് വസ്തു ഉണ്ടാകാനും കുൻ ഫയകൂൻ, അള്ളാഹുവിനെ കുൻ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ. അത് CM മടവൂരിൻ്റെ മേൽ ചാർത്തുന്ന വരി മൗലൂദുൻ നൂരിയയിലില്ലേ? അത് CM മടവൂരിൻ്റെ പേരിൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ മൗലൂദുൻ നൂരിയ എന്ന് പറയുന്ന ആ മൗലൂദ് കിതാബിൽ ഉണ്ട്. അതുപോലെ തന്നെ പടച്ചവനിലേക്ക് തന്നെ പടച്ചവനെ സമമാക്കുന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾക്ക് അതിൽ കാണുവാൻ കഴിയും. മനസ്സിലായോ? എന്നാൽ ഈ CM എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ഒരു മാനസിക രോഗിയായ വ്യക്തിയാണ് ഈ പടച്ചവൻ എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കേൾക്കുന്ന ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, CM എന്ന് പറയുന്ന മഹാനവറുകളെ നിങ്ങൾ എന്തിനാണ് മാനസിക രോഗിയാക്കുന്നത്, അദ്ദേഹത്തെ എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ നേതാവായിരുന്ന മരണപ്പെട്ടു പോയൊരു മുസ്ലിയാരുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരവും ഈ ഔലിയാക്കന്മാർക്കൊക്കെ പ്രത്യേക ഒരു ഹാലുണ്ട്. ആ ഹാലിലെത്തിയാൽ അവർക്ക് ജദ്ബിൻ്റെ ഹാല് എന്നാണ് പറയുക. പിന്നെ അവർക്ക് ശരീഅത്തിൻ്റെ നിയമങ്ങൾ ബാധകമല്ല. ഏതുപോലെ ഇത് സൂഫിയാക്കളുടെ വിശ്വാസമാണ്. സൂഫികൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അതേ സാധാരണ മുസ്ലിമീങ്ങൾക്ക് ബാധകമായ ശർഈയായ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നാണ് സൂഫികളുടെ വാദം. ജൂതന്മാരുടെ സിട്ടിയാണ് ഷിയാക്കൾ. ആ ഷിയാക്കളിൽ നിന്ന് വന്നവരാണ് സൂഫികൾ. ആ സൂഫികളുടെ വിശ്വാസമാണ് ഇന്ന് കേരളത്തിലെ സൂഫിയാക്കളായ അവരെ പേറി നടക്കുന്ന കേരളത്തിലെ ഷിയാക്കളായ ഈ മുസ്ലിയാക്കന്മാരും അവരെ പേറി നടക്കുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നത്? ആ സൈനുദ്ദീൻ മുസ്ലിയാരുടെ വാദത്തിന് പേരോട് പറയുന്ന മറുപടി കൂടി ഒരുമിച്ച് നമ്മളൊന്ന് കേട്ടാൽ CM മടവൂർ മാനസിക രോഗിയാണോ അല്ലേ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഇത് നമ്മൾ ആരും പറഞ്ഞതല്ല, കേട്ടു നോക്കൂ. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ കേൾക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. ജദ്ബിന്റെ ഹാലെന്ന് പറഞ്ഞൊരു വട്ടൻ, ഒരു മാനസിക രോഗിയാണ്. മാത്രമല്ല റമദാനിലൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ ഔലിയാണെങ്കിൽ ഈ മുസ്ലിയാക്കന്മാർ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടും ആശയങ്ങളോടും ആദർശത്തോടും എത്രത്തോളം വലിയ ക്രൂരതയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്കൊക്കെ മാതൃകയായ മുൻഗാമികളായ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് വട്ടന്മാരായി റമദാനിൽ നോമ്പ് നോൽക്കാതെ അതുപോലെ തന്നെ സമയമായാൽ നമസ്കരിക്കാതെ നടക്കങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉമ്മത്തിൻ്റെ മുൻപിലുള്ള നമ്മുടെയൊക്കെ നേതാവായ നമ്മുടെയൊക്കെ ജീവനായ അതിനേക്കാൾ നമ്മുടെ ശരീരത്തേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പഠിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സ്വന്തം ശരീരത്തേക്കാൾ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യസ്ഥനായ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് പോലും ശരീരത്തിലൂടെ വെള്ളമൊഴിച്ച് 3-4 റൗണ്ട് വെള്ളമൊഴിച്ച് ജമാഅത്തിനെത്താൻ വേണ്ടി ശ്രമിച്ച നേതാവിൻ്റെ അനുയായികളുടെ വൃന്ദത്തിലാണത്രേ അല്ലേ റമദാനിൽ നോമ്പ് നോൽക്കാതെ നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കരിക്കാതെ അതിന് മജ്ദൂബ് എന്ന് പറയുന്നൊരു ദറജയൊക്കെ കൊടുത്തിട്ട് ചില മുസ്ലിയാക്കന്മാരെ ചില ആളുകളെ വാഴ്ത്തുന്നത്. എന്തിനാണിത്? ആളുകൾ അള്ളാഹുവിൽ നിന്ന് അകറ്റിയിട്ട് ആ ജാറത്തിൻ്റെ സമീപത്ത് സ്ഥാപിച്ച ഭണ്ഡാരക്കുറ്റിയിലേക്ക് പണം ശേഖരിച്ച് അതുകൊണ്ട് ആളുകളുടെ പണം കൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള ചൂഷണമാണ് ഈ പൗരോഹിത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്ക് നിഷേധിക്കാനാകും അത്? എന്നാൽ മജ്ദൂബ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ടോ? ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ നമസ്കാരം വേണ്ടതില്ല, നോമ്പ് വേണ്ടതില്ല. ഇതിനെതിരെ ഇന്ന് കേരളത്തിൽ ഈ പടച്ചോൻ വിവാദത്തിലേക്ക് ആക്കം കൂട്ടിയ ഒരു മുസ്ലിയാരാണല്ലോ പേരോട് സഖാഫി. ആ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ സംസാരത്തിന് കൊടുക്കുന്ന ഒരു മറുപടി എന്നോണമുള്ള ക്ലിപ്പ് കേട്ടു നോക്കൂ നിങ്ങൾ. ഇത് മഹ്ളൻ
കുഫറാണ്. അമ്മൽ ഹാലിയ നമ്മൾ പണ്ട് ഒരു മൊയിലിയാറ് ശരീരത്തിനെ പണ്ട് തീർത്തിരുന്നല്ലോ, ഒരു പൈസൻ്റെ അതിൻ്റെ കൊലാണ്. വയഖൂലൂന ലിശൈഖി ഹാലത്തുൻ ലാ യുഅബ്ബിറു അൻ ശറഅ. ഒരു ഷെയ്ഖിന് ചില ഹാലത്തുണ്ട്, അല്ല ഷെയ്ഖിന് ചില ഹാലത്തുണ്ട്, അത് ശറഅൊന്നും നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു കൂട്ടർ. ഹാദി ബിദ്അത്തുൻ ലൈസത്ത് ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടാമത്. അമൽ ഔലിയായിയ, ഔലിയാക്കളാന്ന് ഞാൻ പറഞ്ഞില്ല, ഔലിയാക്ക് വായിക്കാൻ പറഞ്ഞ ഔലിയായിയ എന്നൊരു കൂട്ടറുണ്ട്. അവരെന്താണ്? അവരുടെ സ്വഭാവം ഫൈനഹും യഖൂലൂന, അവർ വാദിക്കുന്നു ഇദാ വസലൽ അബ്ദു ഇലാ മർത്തബത്തിൽ ഔലിയായി, ഒരാൾ ഔലിയാക്കളെ മർത്തബയിലേക്ക് അങ്ങ് കയറിയാല് സഖത്തത്ത് അൻഹു തകാലിഫു ശറഈ, പിന്നെ അയാൾക്ക് ശറഇന്റെ നിയമമൊന്നുമില്ല, പിന്നെ നിസ്കരിക്കണമെന്നില്ല, പിന്നെ നോമ്പെടുക്കണമെന്നില്ല, പിന്നെ പെണ്ണുങ്ങളെ പിടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ശറഇന്റെ നിയമമൊന്നുമില്ല. ഔലിയാക്കളെ മർത്തബയിലേക്ക് അങ്ങ് കയറിയാല് സഖത്തത്ത് അൻഹു തകാലിഫു ശറഈ, പിന്നെ അയാൾക്ക് ശറഇന്റെ നിയമമൊന്നുമില്ല, പിന്നെ നിസ്കരിക്കണമെന്നില്ല, പിന്നെ നോമ്പെടുക്കണമെന്നില്ല, പിന്നെ പെണ്ണുങ്ങളെ പിടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ശറഇന്റെ നിയമമൊന്നുമില്ല എന്ന് വാദിക്കുന്നവര് യഖൂലൂന, അവരിതും കൂടി പറയുന്നുണ്ട്, അൽ വലിയു അഫ്ളലു മിനൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ലേ എന്നെല്ലാം ചോദിക്കും. കേട്ടല്ലോ, ഇന്ന് കേരളക്കരയിൽ ഈ CM മടവൂരിനെ കുറിച്ചുകൊണ്ട് മുൻഗാമികളായ നിങ്ങൾ മുസ്ലിയാക്കന്മാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മുസ്ലിയാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശറഈയായ നിയമങ്ങളൊന്നും ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ബാധകമല്ല എന്നുള്ള രൂപത്തിലുള്ള സംസാരമുണ്ടല്ലോ. ആ സംസാരം, അത്തരത്തിലുള്ള സംഗതികൾ ഔലിയാക്കന്മാർ അവരില്ല, അതൊക്കെ കള്ളന്മാരാണ്, കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ CMനെ കുറിച്ച് പറയാനുള്ളത് എന്താ? അദ്ദേഹം റമദാനിൽ നോമ്പ് നോറ്റിരുന്നില്ല. ആരെ? ചെറുശ്ശേരിയ പറഞ്ഞ് നമ്മളല്ല. അതുപോലെ തന്നെ അദ്ദേഹം നമസ്കരിച്ചിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം തുരുതുര സിഗരറ്റ് വലിച്ചിരുന്നു എന്നാണ്, സ്വർണത്തിൻ്റെ ചെയിൻ ധരിച്ചിരുന്നു എന്നാണ്, അതുപോലെ തന്നെ ക്ലീൻ ഷേവ് ആയിരുന്നു എന്നാണ്. ഒരു മുസ്ലിമിൻ്റെ പ്രത്യേകതയായി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു കയ്യിൽ പട്ടുവസ്ത്രവും ഒരു കയ്യിൽ സ്വർണവും പിടിച്ചിട്ട് റസൂല പറഞ്ഞു, എൻ്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് ഇത് രണ്ടും ഹറാമാണ്, സ്വർണവും പട്ടും ഹറാമാണ്. ആ സ്വർണത്തിൻ്റെ ചെയിന് ധരിച്ചിരുന്നു അത്ര CM. പിന്നെ എങ്ങനെയാണോ ഇദ്ദേഹം ഒരു ഔലിയാകൽ? എന്താണ് ഈ ഔലിയുടെ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ശരീരത്തിന് പ്രയാസമുണ്ടാക്കുന്ന, ക്യാൻസറിന് സാധ്യത കൂടുന്ന, അല്ലേ, അതുപോലെയുള്ള വലിയ പ്രശ്നമുണ്ടാക്കുന്ന സംഗതിയാണല്ലോ സിഗരറ്റ്. എത്ര ഇസ്ലാമിക പണ്ഡിതന്മാർ ഇജ്മാ പറഞ്ഞതാണ് ഇത്തരം സംഗതികൾ ഹറാമാണ് എന്ന്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കൊല്ലരുത് എന്ന് പറയുന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലല്ലേ പറഞ്ഞത് സിഗരറ്റ് പോലെയുള്ളത് ഹറാമാണ് എന്ന്? അത് തുരുതുരാ വലിച്ചിരുന്നു, എപ്പോഴെങ്കിലും അല്ല. പിന്നെ എങ്ങനെയാണോ ഇയാൾ ഔലിയാവല്? കുറച്ച് ആത്മരോഷത്തോടെ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയുക, ക്ലീൻ ഷേവ് ആയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദുൻ നബവിയിലേക്ക് വലത് കാല് വെച്ച് കയറി അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞു കയറിയ ഒരു സ്വഹാബികളുടെ മുഖത്തും താടിയില്ലാതിരുന്നിട്ടില്ല. അവർ നിങ്ങൾ താടി വെക്കണേ എന്ന് ഒട്ടനവധി ഹദീസുകളിൽ ഒരു കൽപ്പനയെന്നോണം പഠിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തും സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. ആ റസൂലുള്ളാന്റെ അനുയായികൾ എന്ന് പറയുന്ന അതിൻ്റെ ആ കൂട്ടത്തിൽ ഔലിയയാണെന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തെ പടച്ചവൻ വരെ ആക്കി വെച്ച ഈ സഹോദരൻ താടി വടിച്ചിരുന്നു എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? നിഷേധിക്കാൻ പറ്റുമോ? താടി വടിക്കൽ ഹറാമാണെന്നല്ലേ അതെ അയിമ്മത്തുൽ അർബയിൽപ്പെട്ട 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി ഈ CM ഒരു വട്ടനായിരുന്നു, ഒരു മാനസിക രോഗിയായിരുന്നു എന്നുള്ളത് നമ്മൾ മാത്രമല്ല പറയണത്. ഒരു സഹോദരനായ കാട്ടുവളപ്പിൽ നൗഷാദ് അഹ്സനി തന്നെ പറയുന്ന ക്ലിപ്പ് കേട്ട മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ തലയുടെ സകല പിരിയും ലൂസായിരുന്നു, അദ്ദേഹത്തിന് സുഖമുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ഒരു പക്ക 100% മാനസിക രോഗിയായിരുന്നു എന്നും നൗഷാദ് അഹ്സനി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ എടുത്തു ധരിച്ച് പറയുന്നത് കേട്ടു നോക്കൂ. അപ്പൊ മടവൂര് ശൈഖുന മുദബ്ബിറുൽ ആലമാണെന്ന് ശൈഖുന പറയാണ്. ശൈഖുന ഒരിക്കൽ പറയാണ്, ഇന്നലെ എനിക്ക് ഡ്യൂട്ടി 6-ാം ആകാശത്തായിരുന്നു. ചിലപ്പോൾ ശൈഖുന പറയും, അവിടുത്തെ വലിയ വലിയ മുഹിബ്ബീങ്ങളായ ആളുകളൊക്കെ പറയുന്ന കേൾക്കാം. ചില ദിവസങ്ങളിൽ ശൈഖുന ചോദിക്കും, ഇന്ന് മഴ കൊണ്ട് പ്രയാസമുണ്ടോ? ആ പ്രയാസമുണ്ട്, എന്നാൽ ഇന്ന് മഴ വേണ്ട, അല്ലെങ്കിൽ ആ രോഗം വേണ്ട, അത് ഞാൻ സുഖപ്പെടുത്തി. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? അത് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. കേട്ടല്ലോ. അപ്പൊ അദ്ദേഹം ചില സമയത്ത് പറയത്തറ, ഞാനിപ്പോൾ 7-ാം ആകാശത്തുള്ളത്, കിളി പോയിരിക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ മഴ ഇങ്ങനെ പെയ്യണ കണ്ടപ്പോൾ മഴ വേണ്ട, ഒരു രോഗിയെ കണ്ടാൽ ഇപ്പോൾ രോഗം വേണ്ട. ആരപ്പോൾ ഈ പറയണത്? CMനെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത്
അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാലിലെ ചെറുവിരലിന് ഷുഗർ ബാധിച്ച് പഴുപ്പ് ബാധിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന് രോഗം വേണ്ട, സ്വന്തം കാലിലെ ചെറുവിരലിൽ ബാധിച്ച ആ പഴുപ്പ് വരെ സുഖപ്പെടുത്താൻ കഴിയാത്ത ആളാണടോ മറ്റൊരാളുടെ രോഗം സുഖപ്പെടുത്തുക. ഇതൊക്കെ നിങ്ങൾ പറയുന്നത് ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? നാളെ വരാനിരിക്കുന്ന പരലോക ഭവനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ഭയമില്ലേ എന്നുള്ളതാണ് സ്നേഹബുദ്ധിയ ഈ മുസ്ലിയാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ CM മടവൂരിനെ കുറിച്ച് കൊണ്ട് പടച്ചവൻ എന്ന് പറഞ്ഞ ആ പ്രയോഗം അത് ഞങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ല എന്ന് ഈ കാട്ടുവളപ്പിൽ നൗഷാദും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അതുപോലെ തന്നെ മമ്പാട് സഖാഫിയും അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹാരിസ് മദനിയും അതുപോലെ ഫൈസൽ ഹസനിയും ഒക്കെ പറഞ്ഞ ആ ആദ്യമായി പറഞ്ഞ പോസ്റ്റുകളിൽ നമ്മൾ കാണിച്ചല്ലോ. എങ്ങനെ കൈ കഴുകാൻ കഴിയും നിങ്ങൾക്ക്? തീർന്നിട്ടില്ല. ഇത്തരം തോന്നിവാസങ്ങളെ ഇവർ ന്യായീകരിക്കാറുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടാണ്. ഈ മഹാന്മാരൊക്കെ ലോകം നിയന്ത്രിക്കുന്നു, രോഗം മാറ്റുന്നു, ഹിദായത്ത് കൊടുക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു, പടച്ചവൻ എന്ന് വരെ പറയാൻ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞില്ലേ? ആ രൂപത്തിലൊക്കെ ഇവർ പറയുന്നതും ഒക്കെ എന്ത് പേരിലാണെന്നറിയങ്ങൾ? അവർക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവുണ്ട് എന്നാണ്. എന്തേ നൗഷാദെ, അള്ളാഹുവിന് എന്തേ പടച്ചവൻ എന്നുള്ള സ്ഥാനത്തേക്ക് CM ഉയർത്താൻ കഴിവില്ലേ? ആ ഒരു കഴിവ് മാത്രം അള്ളാഹ്ക്ക് ഇല്ല എന്നാണോ നീ പറയണത്? അല്ല പേരോടെ മുസ്ലിയാരെ, നിങ്ങളെ വാദം അതാണല്ലോ. കൊടുത്ത കഴിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സപ്ലൈ ചെയ്യുന്ന ആളാണ്. എന്തേ അള്ളാഹു ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഏത് കുട്ടികൾക്കും അറിയുന്ന ഒരായത്തല്ലേ അത്? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എന്തേ ഈ CM പടച്ചവൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലേ? അപ്പം നിങ്ങളുടെ വാദപ്രകാരം അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കൈ കഴുകി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇത് തന്നെയാണ് പാട്ടുപാടിയ ചങ്ങാതിയും പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹു കൊടുത്തതാണ് ഈ പടച്ചവൻ കഴിവ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അയാൾ പറയണില്ലേ? സക്കരിയാൽ ഖാദിരി പറയുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ആ ക്ലിപ്പ് വന്ന് കേട്ടു നോക്കിയാൽ നമുക്ക് കാര്യം വ്യക്തമാകും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കേട്ടു നോക്കൂ. എനിക്ക് ഗായകനാവേണ്ടെന്ന് ആവശ്യമില്ല. ഞാൻ ചെറുപ്പം മുതലേ അള്ളാന്റെ മഹാന്മാരെ സൈഡിൽ പാട്ടുപാടി വരുന്ന ആളാ. എനിക്കിതൊന്നും പേടില്ല. നമ്മൾ എന്തുകൊണ്ടത് എഴുതി അത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ആ വാക്ക് പ്രയോഗിച്ചത്? ശൈഖുന മടവൂർ, എനിക്ക് എന്റെ ശൈഖുന മടവൂർ അങ്ങനെയൊക്കെയാണ്, ഞാൻ അങ്ങനെ എഴുതി. കേട്ടല്ലോ, ഈ പാട്ട് പാടിയ ഈ ചങ്ങാതി, ഈ സക്കരിയ എന്ന് പറയുന്ന മുസ്ലിയാരുട്ടി പറയുന്നത് എന്താണ്? എനിക്ക് CM അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെയൊക്കെ തന്നെ? പടച്ചോനാണ്. അതുപോലെ തന്നെ എനിക്ക് CM കുൻ എന്ന് പറയുമ്പോഴേക്ക് എന്തും ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക് CM കുറിച്ചുള്ളത് അല്ലേ? ഹൂ അല്ലാ മടവൂർ, ഹൂ അല്ലാ മടവൂർ എന്ന് പറഞ്ഞാൽ അതേ മടവൂർ തന്നെയാണ് അല്ലാഹ് എന്ന്, അതൊക്കെ തന്നെയാണ് എൻ്റെ CM കുറിച്ച് എനിക്ക് വിശ്വാസം. ഈ വിശ്വാസത്തിലേക്ക് ഇതുപോലെയുള്ള മുസ്ലിയാർ കുട്ടികളെ എത്തിച്ചതിൻ്റെ പിന്നിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോലെ പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ കേരളത്തിലെ പ്രഭാഷണങ്ങൾ ആക്കം കൂട്ടിയിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾ കണ്ണടച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിയാക്കന്മാരെ. ഇനി മാത്രമല്ല, ഈ പടച്ചവൻ എന്ന് പറയുന്നതും കുൻ എന്ന് പറയുന്നതും ഒക്കെ എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഈ സക്കരിയ അൽ ഖാദിരി എന്ന് പറയുന്ന മുസ്ലിയാർ പറയട്ടെ. എനിക്ക് ശൈഖുന മടവൂരില്ല, എനിക്ക് അള്ളാഹുവാണ്. ഈ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടിപ്പിന്റെ മുഴുവനും ഉടമസ്ഥനായ അള്ളാഹുവാണ് അവിടെ. ഞാൻ ചോദിക്കട്ടെ, ആർക്കാണ് ഇവരാണത് അള്ളാഹു കൊടുത്ത കഴിവും? ഈ കൊടുത്ത കഴിവ് എന്ന് പറയും. കൊടുത്ത കഴിവും പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം? അള്ള വേണ്ടേ? കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം? ഫാസിലെ പറയും. കൊടുത്ത കഴിവ് പ്രയോഗിക്കണമെങ്കിൽ ആര് വേണം? അള്ള വേണ്ടേ? അല്ലാതെ ഒരു വ്യക്തിയെ പിടിച്ച് ദൈവാക്കിയതുപോലെ അതിൽ മറ്റുള്ള ആളുടെ വ്യക്തികളെ ദൈവാക്കുന്ന സംഭവങ്ങളല്ല ഇവിടെ സംഭവം. കേട്ടല്ലോ, വ്യക്തികളെ പിടിച്ച് ഇവിടെ ദൈവമാക്കിയതല്ല. അള്ളാഹു കൊടുത്ത കഴിവാണ് CM പടച്ചവൻ എന്നുള്ള പദവി. അള്ളാഹു കൊടുത്ത കഴിവാണ് CM അള്ളാഹ് എന്നുള്ള പദവി അല്ലേ? ഹൂ അല്ലാ മടവൂർ എന്നാണല്ലോ പറഞ്ഞത്. അതുപോലെ കുൻ അള്ളാഹുവിൻ്റെ ഒരു സിഫത്തായി പഠിപ്പിക്കപ്പെട്ടതാണ് കുൻ ഫയകൂൻ. അല്ല എന്തെങ്കിലും കുൻ എന്ന് പറയുമ്പോഴേക്ക് അതുണ്ടാകും. അതൊക്കെ അല്ല കൊടുത്ത കഴിവാണ്. ഇതന്നല്ലേ പേരോട് മുസ്ലിയാരെ നിങ്ങളെ വിശ്വാസം? ഇത് തന്നെയല്ലേ കാട്ടുവളപ്പിൽ നൗഷാദ് മുസ്ലിയാരെ നിങ്ങളെ വിശ്വാസം? കാരണം മുദബ്ബിറുൽ ആലം എന്ന് നിങ്ങൾ പറഞ്ഞത് അല്ല കൊടുക്കുന്ന കഴിവാണെന്നുള്ള വിശ്വാസത്തിലല്ലേ? മാത്രമല്ല ഈ നൗഷാദ് ഹസനി തന്നെ പറയുന്നില്ലേ, ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് കൊടുത്ത കഴിവിൽ നിന്നാണ് എന്ന് പറയുന്നില്ലേ? നൗഷാദ് ഹസനിയുടെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ വർത്താനം കേട്ടാൽ തോന്നും ഈ പടച്ചോൻ എന്ന് പറഞ്ഞത് അത് വലിയ തെറ്റായി മുസ്ലിയാക്കന്മാർക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാനാണ് നേരത്തെ ഫേസ്ബുക്കിലൊക്കെ ഈ മുസ്ലിയാക്കന്മാരെ നേരത്തെ കയറി നിറങ്ങി പറഞ്ഞ് എന്തുകൊണ്ടാ? ഇവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും?
ഇവരുടെ മുസ്ലിയാക്കന്മാരും ആദർശം ഇതേ ഇവരുടെ കൂടെ തന്നെ നിന്ന് പഠിച്ച മുസ്ലിയാക്കന്മാരും പറഞ്ഞത് എന്താണ്? അതെ, ഈ CM മടവൂർ അള്ളയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. CM മടവൂർ അള്ളയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ നിങ്ങൾ. അതെ, ഒരു മുസ്ലിയാർ, അൻവരി മുസ്ലിയാർ പറയുന്നത് കേട്ടു നോക്കൂ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാൻ്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അനല്ലാ, കേട്ടല്ലോ, അനല്ല എന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. എന്താണോ അനല്ല എന്ന് പറഞ്ഞാൽ? ഞാൻ അള്ളയാണ്. ഈ പടച്ചുവാൻ എന്ന് പറയുന്ന ഈ വാക്കിനേക്കാൾ ഗൗരവമല്ലടോ അള്ളയാണ് ഞാനെന്ന് CM പറഞ്ഞാൽ? ഇങ്ങനെ മുമ്പ് പറഞ്ഞ ഒരാളുണ്ട്. രണ്ട് രൂപത്തിൽ ഒരാൾ ഇങ്ങനെ പറയേണ്ടി വരിക. ഒന്നുകിൽ തലക്ക് സുഖമില്ലാതിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് CM അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാകുമെന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. എന്നാൽ ബുദ്ധിയില്ലാത്ത അയാൾ പറഞ്ഞ ആ വിഡ്ഢിത്തരങ്ങളും മടയത്തരങ്ങളും ഏറ്റി നടക്കുന്ന ഈ വർഗങ്ങൾ സത്യത്തിൽ ആർക്കാണ് ബുദ്ധിയില്ലാത്തത്? ഇത് ഈ നൗഷാദ് ഹസനിയുടെ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന ഒരു മുസ്ലിയാരാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ദുസ്സമദ് അൻവരി കിഴിശ്ശേരി എന്നുള്ള മുസ്ലിയാരാണ്. ഇദ്ദേഹം പറഞ്ഞത് CM അള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെനത് എന്താ? അദ്ദേഹത്തിന് പറയാനുള്ള സെനത് എന്താ? അതുകൂടി ആ മുസ്ലിയാർ കുട്ടി പറയട്ടെ. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോൺ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാൻ്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അണ്ടോണ മുസ്ലിയാരാണ് ഇപ്പൊ സെനദിലുള്ളത്. അണ്ടോണ മുസ്ലിയാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞ? ഹുവ ഹികായത്തും മിനല്ലാഹ്, ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടിയ ഹിക്കായത്താണ്. ആരാ പറയണത്? ഈ പക്കാ മാനസിക രോഗിയായ CM മാനസിക രോഗിയാണ്. ആ CMന്റെ വർത്തമാനത്തിൽ വന്നതാണെന്ത് അല്ലേ? ഇങ്ങനെ ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ ഒരാളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖുർആനിലെ. അയാൾ ബുദ്ധിയോടെ പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ അള്ളാഹു അദ്ദേഹത്തെ കാഫിരീങ്ങളുടെ നേതാക്കന്മാരായി പഠിപ്പിക്കപ്പെട്ടു അല്ലേ? CM പറയണത് മാനസിക രോഗം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനത്തെ കുറച്ച് പിച്ചും പേയും പറയുമ്പോഴേക്ക് അത് ഇസ്ലാമിൻ്റെ പേരിൽ ചാർത്താൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിലെന്ത് തെറ്റാ മുസ്ലിയാക്കന്മാരുള്ളത്? ഇനി മാത്രമല്ല, പോയി കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാലേ, ഈ പടച്ചോൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു മുസ്ലിയാർ പ്രയോഗിക്കുന്നുണ്ട്. അത് ഈ പാട്ടിലൂടെ മാത്രമല്ല, പച്ചയായി നിങ്ങൾ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ത്? അതെ CM എന്ന് പറയുന്നത് പടച്ചവന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ആൾ തന്നെയാണ് എന്ന അർത്ഥം വരുന്ന പ്രയോഗത്തിൽ ഒരു മലയാളക്കരയിൽ മറ്റൊരു താടി നരച്ച മുസ്ലിയാർ പറഞ്ഞിട്ടില്ലേ? അതുകൂടി കേട്ടു നോക്കൂ. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണെന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് കേട്ടല്ലോ. ഈ സംസാരത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? പടച്ചവനാണോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന രൂപത്തിൽ CMനെ അദ്ദേഹം ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം നിങ്ങളെ മുസ്ലിയാക്കന്മാരുടെ ആദർശവും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പും നിങ്ങളെ സമൂഹത്തെ പറഞ്ഞു കൊണ്ടെത്തിച്ചതും ഒക്കെ ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം നിങ്ങൾ പണ്ടേ ഈ വാദം പ്രസംഗിക്കുന്നവരും നിങ്ങളെ പോക്ക് ശരിയല്ല എന്നും കേരളത്തിൽ 100 ചില്ലാനം കൊല്ലമായി പിറവിയെടുത്ത ഈ ആദർശ നവോത്ഥാന പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രാസ്ഥാനികമായി 100 ചില്ലാനം കൊല്ലം പഴക്കമുണ്ട് എങ്കിലും ആദർശപരമായിട്ട് 1400 ചില്ലാനം കൊല്ലം പഴക്കമുള്ള സലഫി മനഹജ് ഉൾക്കൊള്ളുന്ന മുൻഗാമികളുടെ പാതയെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ആ പാതയെ പരിഹസിക്കാനും അതിൽ നിന്ന് ആളുകളെ വഴിതിരിക്കാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള ആളുകൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇപ്പോൾ എവിടെ എത്തി? ഇനി നിങ്ങൾ പടച്ചോനെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഇപ്പോൾ CMനെ കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാലേ, പകരയിലുള്ളൊരു മുസ്ലിയാരുണ്ട്, ഇപ്പോൾ വല്ലാതെ മൂപ്പരെ കാണുന്നില്ല എവിടെയും. സാധാരണ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പം എന്തോ ഇദ്ദേഹത്തിൻ്റെ വായ മൂടിക്കെട്ടിക്കാണോ എന്നൊരു ഡൗട്ടുണ്ട്. അള്ളാഹു ആലം. അദ്ദേഹം CMനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്ക് കേട്ട് നോക്കൂ, എത്ര ഗൗരവമാണ്. ഷെയ്ഖുന മതി ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല.
സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഉണ്ടല്ലോ. ഇപ്പൊ അള്ളാഹുവിന് എന്താണ് ഇവരുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളത്? ഈ വർഗങ്ങൾക്ക്, ഈ പുരോഹിത വർഗങ്ങൾക്കിടയിൽ അള്ളാഹുവിന്റെ സ്ഥാനമെന്ത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ അള്ളാഹു പഠിപ്പിക്കപ്പെട്ട ഒട്ടനവധി പ്രാർത്ഥനകൾ, അതിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട്, അതിൽ ഔലിയാക്കന്മാരുടെ പ്രാർത്ഥനകളുണ്ട്. അസ്ഹാബുൽ കൗഫ് എന്ന് പറയുന്ന ഔലിയാക്കന്മാർ, അതുപോലെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയ വലിയത്തായ മറിയം ബീവിയുടെ പ്രാർത്ഥന, അതുപോലെ തന്നെ ആസിയ ബിൻത് മുസാഹിബിന്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥന, ഇതൊക്കെ അള്ളാഹുവിനോടാണ്. ഈ അള്ളാഹുവിനോട് അവർ നടത്താൻ കാരണം എന്താണ്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. എല്ലാ കാര്യങ്ങളും സിയമിനോട്, എല്ലാ കാര്യങ്ങളും സിയമിനോട്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും സിയമിനോട് എന്ന് പറയുന്ന ഈ കിബറൻ മുസ്ലിയാരുണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാരോടടക്കം ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, പിന്നെ എന്തിനാണോ ഖുർആനിൽ അല്ലാഹു വഖാല റബ്ബുക്കും ഉദ്ഊനി എന്ന് പറഞ്ഞത്, അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞത്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഖുർആൻ പരിഭാഷയെങ്കിലും എടുത്ത് വായിച്ചു നോക്ക്, അത് തന്നെയല്ലേ അർത്ഥം? എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് എന്താ? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ആരെങ്കിലും കിബ്ർ കാണിച്ച് തിരിഞ്ഞു പോയാൽ അവൻ നിന്ദ്യനായി നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ്. ആരാണ് ഈ നിന്ദ്യതയിൽ ഉൾപ്പെടുക? മുസ്ലിയാക്കന്മാരെ? മുജാഹിദുകളാണോ അതോ നിങ്ങളാണോ? മാത്രമല്ല മറ്റൊരു ഭാഗത്ത് കാരുണ്യവാനായ റബ്ബ് പറഞ്ഞതെന്താ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമകളെങ്ങാനും എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഞാൻ സന്നദ്ധനാണ്. കാരണം അല്ലാഹു ആരാണ്? സമീഉദ് ദുആ ആണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്. മുജീബുദ് ദുആ ആണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. ഈ റബ്ബിനെ നിങ്ങൾ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞില്ല, ഈ റബ്ബിനെ നിങ്ങൾ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല. മക്കയിലെ ഖുറൈശികളെ കുറിച്ചും അല്ലാഹ് പറഞ്ഞത് എന്തായിരുന്നു? അതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അല്ലാഹനെ കണക്കാക്കേണ്ട വിധത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല. തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അറിയാൻ, തൻ്റെ മനസ്സിൻ്റെ പൾസറിയുന്ന, തൻ്റെ കണ്ണിൻ്റെ വഞ്ചനാ നോട്ടം അറിയുന്ന, തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അതെ മിന്നിത്തിളങ്ങുന്ന ചിന്താതരംഗങ്ങളെ അറിയുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നിന്റെ കൊരവള്ളിയേക്കാൾ, ജീവനാടിയേക്കാൾ സമഉ കൊണ്ടും ബസറു കൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും നിന്റെ സമീപസ്ഥനായ ആ റബ്ബുണ്ടാകുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മളോട്, അലൈസല്ലാഹു ബികാഫിൻ അബദ. ആ ചോദ്യത്തോടെ എല്ലാ സിഎമ്മും, എല്ലാ പ്രവാചകന്മാരും, എല്ലാ ഔലിയാക്കന്മാരും ആ ലിസ്റ്റിൽ നിന്ന് പുറത്താണ്. ഏത്? അള്ളാഹുവിൻ്റെ അടിമക്കല്ല പോരെ പ്രാർത്ഥിക്കുവാൻ, തവക്കുൽ ചെയ്യുവാൻ, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ കെട്ടഴിച്ചു വെക്കുവാൻ അല്ല പോരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. പോയി എവിടെ എത്തിയെന്നറിയും നിങ്ങൾ? രണ്ട് ലോകവും ചോദിക്കാൻ നമ്മൾക്ക് ഇയാൾ മതി. ആര്? ഈ മാനസിക രോഗമുണ്ടായിരുന്ന ഈ വ്യക്തി മതി എന്നാണ് മറ്റൊരു മുസ്ലിയാരെ, ഒരു പുരോഹിതൻ പ്രസംഗിക്കുന്നത്. എത്ര ഗൗരവമാണ്! ഇനി ശിർക്ക് തെരഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകണം? കേട്ടു നോക്കൂ അദ്ദേഹത്തിന്റെ സംസാരം. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കേട്ടല്ലോ, ദുനിയാവും പരലോകവും ഒക്കെ ചോദിക്കാൻ നമുക്കുള്ളത് സിഎമ്മാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ലോകത്തും സുഗമമായ ജീവിതമുണ്ടാകാൻ സമഗ്രമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ, അതെ ഹദീസുകളിൽ നമ്മൾക്ക് കാണാം, ഹബീബായ പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായിരുന്നു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആരോടാണോ അത്? അള്ളാഹുവിനോടല്ലേ. ഇവിടെ പറയുന്നത് എന്താ? രണ്ട് ലോകവും നമുക്ക് തേടാനുള്ളത് സിഎമ്മിനോടാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇനി പടച്ചോനെന്നല്ല, അതിൻ്റെ മേൽ അല്ലാ എന്ന് വരെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമല്ല. പക്ഷെ ഞങ്ങളിത് പറയുന്നത് അറിയോ? നിങ്ങളുടെ അതേ കപ്പലിൽ, ആ മുങ്ങിപ്പോകാൻ നിൽക്കുന്ന കപ്പലിൽ ഒട്ടനവധി പാവങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ നിർവഹിച്ച ഡ്യൂട്ടിയാണ്, സഹാബത്ത് നിർവഹിച്ച ഡ്യൂട്ടിയാണ്. കേരളക്കരയിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചാലും
കളിയാക്കിയാലും ഈ സമൂഹത്തിൻ്റെ രക്ഷകരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ദിവസം ഇവിടെ നിന്നല്ലെങ്കിൽ പരലോകത്ത് നിന്നെങ്കിലും വന്നണയുമെന്ന് സ്നേഹബുദ്ധിയ എല്ലാ ആളുകളോടും ഞങ്ങൾ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കിനി, ഇവർക്ക് എങ്ങനെ ഇത്തരം ആളുകളെ പടച്ചവനാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയും? ഇതൊക്കെയല്ലേ ഇവരുടെ വാദം. ഇനി നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ബൾബ് എന്നാ. പക്ഷെ അത് ഫീസായി പോയ ബൾബാണ്. കാരണം അത്രത്തോളം വലിയ ശിർക്കിൻ്റെ വരികളാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിന് ബൾബ് നല്ല പേരിടേണ്ടത് ഇരുട്ടുക എന്നായിരുന്നു. ആ പുസ്തകം എഴുതിയതാരാണ്? CK മുഹമ്മദ് ബാക്കവി. നമ്മുടെ കാന്തപുരം മുസ്ലിയാരുടെ ഒക്കെ ബിരുദമുണ്ടല്ലോ, ബാക്കവി ബിരുദം. ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയൊരു മുസ്ലിയാരാണ്. തവസ്സുലിനെ കുറിച്ചും ഇസ്തിഗാസയെ കുറിച്ചു കൊണ്ടും പരാമർശിക്കുന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് എന്താ? അതെ, മനുഷ്യന്റെ അറിവിന് അള്ളാഹുവിൻ്റെ അറിവ് പോലെ തന്നെ പരിധിയും മറയുമില്ല. ഇനി നിങ്ങൾ എന്താ എഴുതി വെക്കേണ്ടത്? എന്താണ് നിങ്ങൾ സമൂഹത്തിൽ ഇനി പടച്ചവനെന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചില്ലേ? പണ്ടൊരു മൊല്ലാക്കിയോട് ബഹുമാനനായ PN അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ പറയാറുണ്ട്. N അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ പറയാറുണ്ട് പണ്ടത്തെ പ്രസംഗങ്ങളിൽ, അതെ, മൊല്ലാക്കായി ചെകുത്താൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പം മൊല്ലാക്ക പറഞ്ഞു അത്രേ, ചെകുത്താൻ്റെ മുഖം പിറകോട്ടാണ്, ചെകുത്താൻ്റെ കാലോ അതും പിറകോട്ടാണ്, ചെകുത്താൻ്റെ വയറോ അതും പിറകോട്ടാണ്, ചെകുത്താൻ്റെ നെഞ്ചോ അതും പിറകോട്ടാണ്. എന്നാ പിന്നെ ചെകുത്താൻ അങ്ങോട്ട് തിരിഞ്ഞിക്കുക എന്ന് പറഞ്ഞാൽ പോരെ? എല്ലാം അങ്ങോട്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിക്കുക എന്ന് പറഞ്ഞാൽ പോരെ? ഇത് CM കുറിച്ച് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് CM, ദുനിയാവും പരലോകം ചോദിക്കാനുള്ള CM. അതുപോലെ തന്നെ നമുക്ക് എല്ലാ നിയമത്തുകളും കിട്ടുന്നത് മടവൂരിൽ നിന്നാണ്. ഇങ്ങനെ ഇനി എന്താ പറയല്ലാത്തത്? അല്ലേ? ഇനി അവസാനം ഇനി പടച്ചോ നിങ്ങൾ പറഞ്ഞില്ല വിചാരിക്കുക. ആ മൊല്ലാക്ക ശൈത്താനെ കുറിച്ച് വർണ്ണിച്ച പോലല്ലേ അത്? അപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. ഇത് തന്നെയാണ് അവരുടെ മറ്റൊരു മലയാളത്തിലേതൊരു പുസ്തകമാണ് ജീലാൻ എന്ന് പറയുന്നൊരു പുസ്തകം. തമ്രീൻ ത്വലബ സാഹിത്യ സമാജം പുറത്തിറക്കിയ ചാലിയം ജുമാ മസ്ജിദിൻ്റെ കീഴിൽ ഒരു മുസ്ലിയാക്കന്മാർക്കും തള്ളാൻ കഴിയാത്ത രൂപത്തിൽ പല പ്രഗത്ഭരും, അതെ, എന്താ പറയുക, അവതാരിക എഴുതിയ പുസ്തകമാണത്. ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? അതെ, പടച്ചവരെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സൃഷ്ടികളെക്കുറിച്ച്, ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് ഔലിയാക്കന്മാർക്ക് അള്ളാഹുവിനെ പോലത്തെ കഴിവ് തന്നെ ഉണ്ട് എന്നാണ്. ഇനി നിങ്ങൾ പടച്ചവെന്ന് പറയണോ? അള്ളാഹുവിനെ പോലത്തെ കഴിവുണ്ട് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു? നിങ്ങൾക്കതിന് എന്താ തെളിവ്? എന്താണ് നിങ്ങൾക്കതിൽ നിന്ന് ഖുർആനിൽ നിന്ന് തെളിവ്? എന്താണ് അതിൽ നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് തെളിവ് എന്ന് ഞങ്ങൾ സ്നേഹബുദ്ധിയ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാരോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എത്ര കാലമായി? സ്ക്രീനിലേക്ക് നോക്കൂ നിങ്ങൾ. മറ്റൊരു പുസ്തകം CM സ്മരണിക എന്ന് പറയുന്ന പുസ്തകം. ആ CM സ്മരണികയിൽ PK മുഹിയുദ്ദീൻ മുസ്ലിയാർ അണ്ടോണ എഴുതിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ലേഖനത്തിൽ കൊടുത്തത് എന്താണ്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും. മഹാന്മാരെ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു ഹദീസിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് PK മുഹിയുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന അണ്ടോണയിലുള്ള മുസ്ലിയാർ എഴുതി വച്ചിരിക്കുകയാണ് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും. എന്നാൽ അള്ളാഹ് പറയുന്നത് എന്താ? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്നാണ്. അവനെല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഇതുപോലെയുള്ള ഒട്ടനവധി വചനങ്ങളെ വ്യഭിചരിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനമാണ് ഇവരുടെ മുൻകാലത്തുള്ള മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. അല്ലേ? ഇത്തരം പുസ്തകങ്ങളെയൊക്കെ, ഇത്തരം ലേഖനങ്ങളെയൊക്കെ പച്ചയായി നിഷേധിക്കുന്ന വരി, ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരു വരി ഇവർക്ക് ശിർക്ക് പഠിപ്പിച്ചൊരു ഉസ്താദുണ്ട് മലപ്പുറം ജില്ലയിലെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. അദ്ദേഹം ശിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ് തൗഹീദ് ഒരു സമഗ്ര പഠനം. ആ തൗഹീദ് സമഗ്ര പഠനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 38-ാമത്തെ പേജിലും 278-ാമത്തെ പേജുമാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൽ അദ്ദേഹം പറയുന്നത്? സത്തയിലും വിശേഷണത്തിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഏകനായിരിക്കൽ എന്നതാണല്ലോ യഥാർത്ഥ തൗഹീദ്. അഥവാ അവൻ്റെ സത്ത പോലെയുള്ള സത്തയോ, വിശേഷണം പോലെയുള്ള വിശേഷണങ്ങളോ, പ്രവർത്തികൾ പോലെയുള്ള പ്രവർത്തികളോ സൃഷ്ടികൾക്കില്ല. അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കൽ ശിർക്കാണ് എന്ന് അദ്ദേഹം എഴുതി വെക്കാൻ. അവ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ ആ അണ്ടോണയുള്ള മുസ്ലിയാർ എഴുതി വെച്ചതോ?
അതുപോലെ തന്നെ എവിടുന്ന് വിളിച്ചാലും കേൾക്കുകയും കാണുകയും എന്ന് നിങ്ങൾ മഹാന്മാരെ കുറിച്ച് പറയുന്നതോ അതൊക്കെ ശിർക്കല്ലേ? അതിനൊരു കൊടുത്ത കഴിവിൻ്റെ മേമ്പൊടി ചേർത്തു എന്നുള്ളത് കൊണ്ട് അത് തൗഹീദാകുമോ മുസ്ലിയാക്കന്മാരെ? തൗഹീദാകില്ല. മാത്രമല്ല, ഒരാളിങ്ങനെ ഒരു മുന്തിരിക്കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ലഹരിയുള്ള കള്ളാണ്. അപ്പം അദ്ദേഹം വിചാരിക്കരുത് മുന്തിരിക്കള്ളല്ല, ഇതെന്താണ്, ഇത് നല്ല ശുദ്ധമായ പാലാണ് എന്ന് വിചാരിച്ചത് കൊണ്ട് ആ കള്ള് കള്ളല്ലാതിരിക്കുമോ? നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കേണ്ടതൊക്കെ മഹാന്മാരോട് ചോദിക്കുക. ഇത് കൊടുത്ത കഴിവാണെന്ന് വിചാരിച്ചാൽ മതി, ഈ മൈക്കിനോടടക്കം ചോദിക്കാമെന്നൊക്കെയാണ് ചില സഖാഫിമാരും മുസ്ലിയാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അവിടെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരിക. നിങ്ങളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായി യാതൊരു ദേഷ്യമല്ല, ആശയപരമായിട്ടുള്ള വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. അത് നല്ലോണുണ്ട്. അത് നിങ്ങൾ എന്ന് അതിൽ നിന്ന് മടങ്ങുന്നുവോ അതുവരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ദായിമാർ, പണ്ഡിതന്മാർ, ഇനി ഞങ്ങളല്ല എങ്കിൽ മറ്റൊരു സമൂഹം നിങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വരുമെന്ന് അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കണ മുതലാരാ? നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കണേ. ഈ കൈ തലയണയാക്കി വെച്ച് കുപ്പായിടാതെ താടി പഠിച്ച് കിടക്കുന്ന ഈ ചങ്ങാതിയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നതും പടച്ചവനാണെന്ന് പറയുന്നതും മുദബ്ബിറുൽ ആലമാണെന്ന് പറയുന്നതും ആഖിറവും അതുപോലെ തന്നെ ദുനിയാവും നമുക്ക് ചോദിക്കാനുള്ളത് എന്ന് പറയുന്നതൊക്കെ ഇയാളെക്കുറിച്ചാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരിക. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് റജാ ഉണ്ടാവുക, പ്രതീക്ഷയുണ്ടാവുക, റബ്ബിലേക്ക് മടങ്ങുക, അവനെ തിരിച്ചറിയുക, അവനിൽ തൃപ്തിയടയുക. എല്ലാറ്റിനും കഴിയുന്ന റബ്ബുണ്ടാകുമ്പോൾ, എല്ലാ പ്രതിസന്ധികളിലും നമ്മളെ കരകയറ്റാൻ കഴിയുന്ന റബ്ബുണ്ടാകുമ്പോൾ അവനിലേക്ക് തിരിഞ്ഞു നടക്കാൻ സാധ്യമാകട്ടെ എന്ന് മാത്രം ഉണർത്തി എൻ്റെ ഈ ചെറിയ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്കെല്ലാം സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.